ഗുഡ് മോർണിംഗ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഏത് റേഷ്യോസ് ആയിരുന്നു? പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് അല്ലേ? പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ബേസ്ഡ് ഓൺ സെയിൽസും ഉണ്ട്, ബേസ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ട്. ബേസ്ഡ് ഓൺ സെയിൽസിലെ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഡിസ്കസ് ചെയ്തു, ഓപ്പറേറ്റിംഗ് റേഷ്യോ ഡിസ്കസ് ചെയ്തു, ആൻഡ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ഡിസ്കസ് ചെയ്തു അല്ലേ? ഇനി നെക്സ്റ്റ് റേഷ്യോ, ഫോർത്ത് റേഷ്യോ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എക്സ്പെൻസ് റേഷ്യോ. ഇറ്റ് എക്സ്പ്രസ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയസ് എക്സ്പെൻസസ് ടു നെറ്റ് സെയിൽസ്. വേരിയസ് എക്സ്പെൻസും നെറ്റ് സെയിലും തമ്മിലുള്ള റിലേഷനാണ് എന്ത്? എക്സ്പെൻസ് റേഷ്യോ. ദി സം ടോട്ടൽ ഓഫ് ഓൾ എക്സ്പെൻസ് റേഷ്യോസ് ഈസ് ഈക്വൽ ടു ഓപ്പറേറ്റിംഗ് റേഷ്യോ. ഓൾ എക്സ്പെൻസ് റേഷ്യോ ഏതിനോട് ഈക്വൽ ആയിരിക്കും? ഓപ്പറേറ്റിംഗ് റേഷ്യോസിനോട് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഫോളോയിങ് ഫോർമുല ഫോർ ദി കമ്പ്യൂട്ടേഷൻ ഓഫ് ദി എക്സ്പെൻസ് റേഷ്യോ. എക്സ്പെൻസ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലാസ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഏത് എക്സ്പെൻസ് റേഷ്യോ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ആ എക്സ്പെൻസ് ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 ചെയ്ത് എന്തായി? നമുക്ക് എക്സ്പെൻസ് റേഷ്യോ കിട്ടി. ഇപ്പം ഞാൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് റേഷ്യോ, അതായത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്ന ഒരു എക്സ്പെൻസ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് റേഷ്യോ ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഇനി ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് റേഷ്യോ എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. നെക്സ്റ്റ് ഞാൻ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് റേഷ്യോ ഈക്വൽ ടു സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. നെക്സ്റ്റ് ഞാൻ ഫിനാൻസ് എക്സ്പെൻസ് റേഷ്യോ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫിനാൻസ് എക്സ്പെൻസ് റേഷ്യോ ഈക്വൽ ടു ഫിനാൻസ് എക്സ്പെൻസ് ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. അപ്പോൾ നമ്മളോട് എക്സ്പെൻസ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുകയും ചെയ്തു. ക്വസ്റ്റ്യനിൽ നമുക്ക് ഫിനാൻസ് എക്സ്പെൻസും ഓഫീസ് എക്സ്പെൻസും തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? രണ്ടും സെപ്പറേറ്റ് കാണാം അല്ലേ? ഓഫീസ് എക്സ്പെൻസ് റേഷ്യോ ഈക്വൽ ടു ഓഫീസ് എക്സ്പെൻസ് ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഫിനാൻസ് എക്സ്പെൻസ് റേഷ്യോ ഈക്വൽ ടു ഫിനാൻസ് എക്സ്പെൻസ് ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഓക്കെ, ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് എക്സ്പെൻസ് റേഷ്യോ കഴിഞ്ഞാൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള റേഷ്യോ ആണ് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ. Net profit ratio is the net profit earned by a business and its net sales. ഒരു കമ്പനി അതിൻ്റെ നെറ്റ് സെയിൽസിൽ നിന്ന് ആ ബിസിനസ് ഫേം ഏൺ ചെയ്യുന്ന പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ആണ് എന്ത് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ. നെറ്റ് പ്രോഫിറ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് എന്ത്? നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ. ഇറ്റ് മെഷർ ഓവറാൾ പ്രോഫിറ്റബിലിറ്റി. ഒരു കമ്പനിയുടെ ഓവറാൾ പ്രോഫിറ്റബിലിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന റേഷ്യോ ആണ് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ. ഇക്വേഷൻ: നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 ചെയ്ത് നമുക്ക് എന്ത് കിട്ടി? നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ കിട്ടി. നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ നമുക്ക് വേറെ രണ്ട് രീതിയിലും കൂടെ കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് നെറ്റ് പ്രോഫിറ്റ് അല്ലാതെ PBT പ്രോഫിറ്റ് ബിഫോർ ടാക്സ്, PAT പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. അപ്പോൾ നമുക്ക് തന്ന ക്വസ്റ്റ്യനിൽ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണെങ്കിൽ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ഈക്വൽ ടു പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഓക്കെ, PBT പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. നെക്സ്റ്റ് PAT. നമുക്ക് തന്ന ക്വസ്റ്റ്യനിൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണെന്നുണ്ടെങ്കിലോ PAT, അതായത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഈ രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് തന്ന ക്വസ്റ്റ്യനിൽ നെറ്റ് പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഓക്കെ, ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് അതിൻ്റെ കോമ്പോണൻസ് ഓഫ് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ. നെറ്റ് പ്രോഫിറ്റും ഉണ്ട്, നെറ്റ് സെയിൽസും ഉണ്ട് അല്ലേ? നെറ്റ് സെയിൽസ് നമുക്കറിയാം എന്താ, നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ടോട്ടൽ സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺ ലെസ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടി? നെറ്റ് സെയിൽസ് കിട്ടി. നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട രീതി, നമുക്ക് ക്വസ്റ്റ്യനിൽ നെറ്റ് പ്രോഫിറ്റ് ഡയറക്റ്റ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട രീതിയാണ് ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റ്. അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക? നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആഡ് ചെയ്യുക. അതിൽ നിന്ന് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ലെസ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടി? നെറ്റ് പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ ഓപ്പറേറ്റിംഗ് നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആഡ് ചെയ്യുകയും നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ലെസ് ചെയ്യുകയും ചെയ്ത് നമുക്ക് എന്ത് കിട്ടി? നെറ്റ് പ്രോഫിറ്റ് കിട്ടി. ക്വസ്റ്റ്യനിൽ നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടില്ല, ഇത്തരം ഐറ്റംസാണ് തന്നിട്ടുണ്ടെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് ഓഫ് നെറ്റ് പ്രോഫിറ്റ്. ഐഡിയൽ സ്റ്റാൻഡേർഡ് ഈസ് 5 to 10% ആണ് എന്ത്? നെറ്റ് പ്രോഫിറ്റ് റേഷ്യോയുടെ ഐഡിയൽ സ്റ്റാൻഡേർഡ്. ഓക്കെ, സിഗ്നിഫിക്കൻസ്: ഇറ്റ് ഇൻഡിക്കേറ്റ് എഫിഷ്യൻസി ആസ് വെൽ ആസ് പ്രോഫിറ്റബിലിറ്റി ഓഫ് ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ പ്രോഫിറ്റബിലിറ്റിയും എഫിഷ്യൻസിയും ഇൻഡിക്കേറ്റ് ചെയ്യുന്ന റേഷ്യോ ആണെന്ത്? നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ. ഓക്കെ, നെക്സ്റ്റ് ഇൻ്റർപ്രിട്ടേഷൻ. എങ്ങനെ ഇൻ്റർപ്രിറ്റ് ചെയ്യാം?
ഹയർ ദി റേഷ്യോ ബെറ്റർ ഈസ് ദ പ്രോഫിറ്റബിലിറ്റി. ബെറ്റർ പ്രോഫിറ്റബിലിറ്റി ആണ്. ദിസ് മീൻസ് ഹയർ റിട്ടേൺ ടു ഷെയർ ഹോൾഡേഴ്സ് അല്ലേ. ഒരു ഹൈ റേഷ്യോ ആണെന്നുണ്ടെങ്കിൽ ഹൈ പ്രോഫിറ്റബിലിറ്റി ഫേമാണ്. എന്ത് ചെയ്യുന്നുണ്ട്? ഹൈ റിട്ടേൺ ടു ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്യുന്നുണ്ട്? ഹൈ റിട്ടേൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, എഴുതിക്കോളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ടോട്ടൽ സെയിൽസ് ഈക്വൽ ടു 5,20,000, സെയിൽസ് റിട്ടേൺ 20,000, നെറ്റ് പ്രോഫിറ്റ് 40,000. കാൽക്കുലേറ്റ് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ. നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ ഇക്വേഷൻ എഴുതുക. നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഓക്കെ, ഇക്വേഷൻ എഴുതിയല്ലോ. ആൻസർ എങ്ങനെ വരിക? നെറ്റ് സെയിൽസ് നമുക്ക് കാൽക്കുലേറ്റ്. നെറ്റ് സെയിൽസ് ഈക്വൽ ടു ടോട്ടൽ സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ. 5,20,000 മൈനസ് 20,000 ഈക്വൽ ടു 5 lakh അല്ലേ. നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നേരിട്ട് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ഈക്വൽ ടു 40,000 ഡിവൈഡ് ബൈ 5 lakh ഇൻറ്റു 100 ഈക്വൽ ടു 38% ആണ് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ആർ 2,500, സെല്ലിംഗ് എക്സ്പെൻസ് ആർ 3,200 ആൻഡ് സെയിൽസ് ആർ 25 lakh. ക്ലിയർ ആയല്ലോ. കാൽക്കുലേറ്റ് എക്സ്പെൻസ് റേഷ്യോ. നമ്മുടെ എന്താ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളത്? എക്സ്പെൻസ് റേഷ്യോ ആണ് അല്ലേ. എക്സ്പെൻസ് റേഷ്യോ നമുക്ക് എത്ര എക്സ്പെൻസ് ഇവിടെ തന്നിട്ടുണ്ട്? 2 എക്സ്പെൻസ് ഉണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസും ഉണ്ട്, സെല്ലിംഗ് എക്സ്പെൻസും ഉണ്ട്. അപ്പോൾ നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് റേഷ്യോയും കാണണം, സെല്ലിംഗ് എക്സ്പെൻസ് റേഷ്യോയും കാണണം അല്ലേ. എക്സ്പെൻസ് അല്ലേ, എക്സ്പെൻസ് ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ് ആണ് എന്ത്? എക്സ്പെൻസ് റേഷ്യോ. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് റേഷ്യോ ഈക്വൽ ടു അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. അപ്പോൾ എങ്ങനെ വരിക? 2,500 ഡിവൈഡ് ബൈ 25 lakh ഇൻറ്റു 100 ഈക്വൽ ടു 0.1%. അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് റേഷ്യോ കിട്ടി. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സെല്ലിംഗ് എക്സ്പെൻസ് റേഷ്യോ അല്ലേ. സെല്ലിംഗ് എക്സ്പെൻസ് റേഷ്യോ ഈക്വൽ ടു സെല്ലിംഗ് എക്സ്പെൻസ് ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. അപ്പോൾ എന്തായിരിക്കും? സെല്ലിംഗ് എക്സ്പെൻസ് 3,200 ഡിവൈഡ് ബൈ 25 lakh ഇൻറ്റു 100 ഈക്വൽ ടു നമുക്ക് കിട്ടുന്ന സെല്ലിംഗ് എക്സ്പെൻസ് റേഷ്യോ 0.128%. ഓക്കെ, ക്ലിയർ ആയല്ലോ. എല്ലാവരും പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം. താങ്ക് യു.